ഇപ്പോൾ ദിലീപ് നിയമ നടപടിക്ക് നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത്തരത്തിലൊരു നീക്കം സാധ്യമാണോ? അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന്റെ ജഡ്ജ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ ജഡ്ജ്മെന്റ് വിശദമായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയാൻ കഴിയൂ. ഹോണറബിൾ അക്വിറ്റൽ എന്നൊരു സംഗതിയുണ്ട്. അതായത് ആളെ വെറുതെ വിടുക മാത്രമല്ല, സമ്പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി വിടുന്ന അയക്കുന്ന ഒരു സംഗതി കോടതികൾ അനുവദിക്കാറുണ്ട്. സംശയത്തിന്റെ അനുകൂലത്തിൽ നൽകി വിടുന്നതും. അപ്പോൾ ഈ വിടുന്ന എല്ലാ കേസുകളിലും പ്രതിക്ക് പോയിട്ട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കലോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ നീങ്ങലോ പരാതിക്കാർക്കെതിരെ നീങ്ങലോ ഒക്കെ എന്ന് പറയുന്നത് എത്രമാത്രം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടി വരും. അത് ഈ ജഡ്ജിമെന്റിന്റെ സ്വഭാവം പോലെ ഇരിക്കും. കോടതി കണ്ടെത്തിയിട്ടുള്ള എന്തെല്ലാം കാരണങ്ങളാലാണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്, ബാക്കിയുള്ളവരെ ശിക്ഷിച്ചത്, എന്തെല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക്സ്, ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇയാൾക്കെതിരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മൊത്തം ഒരു ഇവാലുവേഷൻ നടത്താതെ, മൊത്തം ഒരു പഠനം നടത്താതെ അതിനെക്കുറിച്ച് ആ കേസ് എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളത് പറയാൻ കഴിയില്ല. ആർക്കും കൊണ്ട് കേസ് കൊടുക്കാം, ഒരു അന്യായം ആർക്കും ഫയൽ ചെയ്യാം. പക്ഷേ മറ്റൊരു സാഹചര്യം കൂടി ഉള്ളത്, വെറുതെ വിട്ടതിനെതിരെ സ്റ്റേറ്റിന് അപ്പീൽ പോകാം, പരാതിക്കാരിക്ക് അപ്പീൽ പോകാം. അതിജീവിത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പരാതിക്കാരിക്ക് അപ്പീൽ പോകാം. ആ അപ്പീൽ ഫയൽ ചെയ്യപ്പെടുന്നത് കേരള ഹൈക്കോടതിയിലാണ്. സാധാരണയായി വെറുതെ വിടുന്ന വിധിക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഇനി ആ അപ്പീല് അവർ പരാജയപ്പെടുക, ഈ വെറുതെ വിടൽ ശരിവെച്ചു എന്ന് വിചാരിക്കുക, അന്നേരവും സുപ്രീം കോടതിയിലും അവിടെ ഒരു സാധ്യത കിടക്കുകയാണ് SLP ഫയൽ ചെയ്യാം. അത് സുപ്രീം കോടതിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ, ആ ഫയൽ എടുക്കുകയാണെങ്കിൽ അതും വർഷങ്ങളെടുക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ഈ എല്ലാ സ്റ്റേജുകളും കഴിയണം, കഴിയും. എന്നാലേ യഥാർത്ഥ കോസ് ഓഫ് ആക്ഷൻ ആ കേസിൽ വരത്തുള്ളൂ. ഇപ്പോഴേ ഫയൽ ചെയ്യാം, അതിൽ തടസ്സമില്ല. മറിച്ച് അപ്പീല് ഈ സ്റ്റേറ്റോ പരാതിക്കാരിയോ ആയ പെൺകുട്ടിയോ കൊടുക്കുന്ന അപ്പീല് ഹൈക്കോടതി ഫയലിലെടുക്കുന്നുള്ളതൊരു സംശയവുമില്ല. ആ ഫയലിലെടുക്കുന്നതോടുകൂടി ഈ കേസ് അപ്രസക്തമാവുകയും അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് പിൻവലിക്കുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് ഇപ്പോൾ അത്തരം ഒരു കേസ് ഫയൽ ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രിമേച്വർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ അതിന്റെ നിയമപരമായ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഹൈക്കോടതി അപ്പീലിനെയും സുപ്രീം കോടതി അപ്പീലിന്റെയും ഒക്കെ ഗതിവിഗതികളും അതിന്റെ അന്തിമ തീരുമാനങ്ങളും അനുസരിച്ചേ പറയാൻ കഴിയുള്ളൂ. പിന്നെ അത്തരം പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെ ആവേശഭരിതരായിട്ട് നിർത്താനും, ഞാൻ നിരപരാധിയായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഫീൽ കൊടുക്കാനും ചെയ്യുന്നതാണെന്നുള്ളൊരു PR വർക്കിന്റെ ഭാഗം മാത്രമാണ്. അത് ആരോ കൊടുത്തൊരു അഡ്വൈസിന്റെ ഭാഗം മാത്രമൊന്നും ഇപ്പോൾ അത്തരം ഒരു പ്രസ്താവനയൊന്നും അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.